രണ്ടു വാക്കെങ്കിലും വർത്താനം പറയാണ്ട് പോയി കഴിഞ്ഞാൽ പൃഥ്വിരാജിന് ഇഷ്ടപ്പെടിയല്ല. എന്താ എന്റെ ഉദ്ദേശം? താഴെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടെങ്കിലും കണ്ണുകൾ ചെന്ന് ഉടക്കുന്നത് സുപ്രിയയിലോട്ടാ. ചുമ്മാ സുപ്രിയ എന്ന് സോപ്പിട്ടാൽ എനിക്ക് പൃഥ്വിരാജിലൂടെ മറിയും വഴി യേശുവിലേക്ക് എന്ന് പറഞ്ഞ പോലെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഇനി എനിക്ക് അവാർഡ് കിട്ടുന്ന എല്ലാ അവാർഡ് ദാന ചടങ്ങുകളിലും എന്റെ അവാർഡ് തരുന്നതിന് തൊട്ട് മുമ്പ് റിമി ടോമിയുടെ പെർഫോമൻസ് ആയിരിക്കണം എന്നെനിക്കൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, കാരണം പലരും ക്ഷീണിച്ചും ചൂടെടുത്തും ഉറക്കം വന്നുമൊക്കെ ഇരുന്ന് എല്ലാവരും ഇപ്പൊ ഉണർന്നു. ഇപ്പൊ വലിയ വൈബ്രന്റ് ആയ ഒരു ഓഡിയൻസ് ആണ്. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. നാഷണൽ അവാർഡും ഓസ്കർ അവാർഡ് വരെ മേടിക്കേണ്ട ഒരു നടനാണ്. അപ്പൊ തീർച്ചയായിട്ടും പുതിയ മുഖം അത് കേക്കണ്ടേ. എന്താ നീ എന്താടി വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. രാജു അസലായിട്ട് പാടും കേട്ടോ. എത്ര സിനിമയെ പാടി. ഇപ്പൊ ലേറ്റസ്റ്റ് ഏത് സിനിമയിലെ പാടിയത്? അമരകപുരം തോണി അല്ലേ? പ്രേമം എന്നാൽ എന്താണ് രാജു? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കരളിനുള്ളിലെത്തിയാണ് റിമി. പ്രേമം എന്നാൽ എന്താണ് രാജു? അത് കരളിനുള്ളിലെ സുപ്രിയയാണ് റിമി. കലക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ചങ്കു വേടച്ചാലും കാണൂലേ, എന്റെ നെഞ്ചു വേടച്ചാലും കാണൂലേ. ഈ ചങ്കെടുത്തു ഞാൻ തന്നപ്പോ നിങ്ങൾക്കൊക്കെ എങ്ങനെ ചെമ്പരത്ത് പോവെന്ന് പറയാൻ തോന്നി രാജു? ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. കലക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ കവിതയുടെ മട്ടുമാറി. പ്രാണനായക താവകാഗമാ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. ശാരദ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും.